കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ. ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജയൊക്കെ ആയിരുന്നു, അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കുകളാണ്. എന്തായാലും നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് കളഭം കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത്, ഭക്തരെ കാണാനായിട്ട് ഏത് രൂപത്തിലാണ് ഭഗവാൻ നിൽക്കണമെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ വന്നിട്ടൊന്ന് പ്രദർശനം ചെയ്യാം. അതിൻ്റെ ഒപ്പം വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് അങ്ങനെ വന്ന് നമ്മൾ നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. അതിനുശേഷം നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വലിയ ബലിക്കല്ലും അതേപോലെ കൊടിമരവും, അതേപോലെ മുകളിലേക്ക് നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ സ്വർണം കെട്ടിയിട്ടുള്ളത്, അതിങ്ങനെ തലയെടുപ്പോട് കൂടി കാണാം. അതിൻ്റെ നടുക്കായിട്ട് മഹാലക്ഷ്മി ദേവീനെയും കാണാം. അതൊക്കെ കണ്ട് അങ്ങനെ തൊഴുത് നമ്മൾ നേരെ ആ വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടതുവശത്ത് ആ മേൽപ്പത്തൂരിരുന്ന് നാരായണീയം എഴുതാനിരുന്ന ആ പീഠം, അതേപോലെ കെടാവിളക്കും കാണാം. അതുപോലെ വലതുവശത്ത് നാരായണീയം എഴുതുമ്പോൾ നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന തൂണും കണ്ട് തൊഴുത് നമ്മളങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നിറയെ ആ ദീപക്കാഴ്ച അങ്ങനെ കാണുന്നു. അങ്ങനെ നോക്കി വരുമ്പോൾ ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, 2 കാൽപാദങ്ങൾ ഇങ്ങനെ പിണച്ചു വെച്ചിട്ടുണ്ട്. കാൽത്തളകൾ കാണാണ്ട്. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ പട്ടുകോണം കൊടുത്തിട്ടുണ്ട്, അതിങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട് കുറച്ചൊരു ഭാഗം. അങ്ങനെ അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ കാണാണ്ട്, കിങ്ങിണിയൊക്കെ ഇങ്ങനെ 4 പുറം ഞാന്ന് കിടക്കുന്നുണ്ട്. അതേപോലെ മുകളിലേക്ക് നോക്കിയാൽ ഒരു മാങ്ങാമാല, ഒരു വളയം പോലത്തെ മാല, അതിൻ്റെ നടുക്കായിട്ടൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, 2 കൈ കൊണ്ടും പൊന്നോടക്കുഴൽ, പുതിയൊരു ഓടക്കുഴൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പൊന്നോടക്കുഴൽ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. അപ്പോൾ ഓടക്കുഴൽ വിളിക്കണമൊന്നുമില്ല, അങ്ങനെ മാർത്ത് ചേർത്ത് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട. അതേപോലെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. നല്ല പുഞ്ചിരി, നല്ല പുഞ്ചിരിച്ച. കാരണം എന്താ വെച്ചാൽ കുറച്ച് കുറുമ്പുള്ള മാതിരി തന്നെയാണ് ഇത്. എനിക്ക് എൻ്റെ ഓടക്കുഴലാണ്, ഞാൻ ആർക്കും തരില്ല എന്ന് പറഞ്ഞ് നിൽക്കണ പോലെ. അപ്പോൾ ആ ഒരു കാഴ്ചയാണ്. പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. അതേപോലെ കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട് കേട്ടോ. മുഖത്തേക്ക് നോക്കിയാൽ തന്നെ ഒരു പ്രത്യേകതരം ഭാവത്തിലാണ്. പുഞ്ചിരിയുണ്ട്, പക്ഷേ കുറച്ച് എന്താ പറയുക, കുറുമ്പുള്ള പോലെ. അങ്ങനെ ആ തിരുമുടി മാലകൾ 2 ഉണ്ട്. പീലിത്തിരുമുടിയുടെ 2 മാലകൾ. അതെന്താ വെച്ചാൽ വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും തെച്ചിയും തുളസിയായിട്ടുള്ളതും. അതേപോലെ വലിയ ഉണ്ടമാലകളുണ്ട് 2 അത് വെളുത്ത പൂവ്, തെച്ചി, തുളസി അതേപോലെ തന്നെ ആയിട്ട് നല്ല തിക്കായിട്ട് ഇങ്ങനെ 2 ഉണ്ടമാലകളും ചാർത്തിയിട്ടുണ്ട്. 2 തിരുമുടി മാലകളും ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ വളരെ സന്തോഷത്തോടു കൂടി കുറച്ച് കുറുമ്പും കാട്ടി ഭക്തരെ എല്ലാവരും കാണാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഉത്സവമൊക്കെ അല്ലേ വരണേ, അപ്പോൾ എല്ലാവരും വരുന്നവരൊക്കെ ഒന്ന് കാണട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ ആ ഒരു കാഴ്ചയിലായിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിൽ ആ സോപാനപ്പടിയിൽ നിന്ന് ശ്രീലകത്തേക്ക് നോക്കി കാണുകയാണ് എന്ന് വിചാരിക്കുക. എല്ലാവരും മനസ്സുകൊണ്ട് കണ്ടോളൂ. ആ ഗുരുവായൂരപ്പനെ, ആ പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് തൊഴുതോളൂ. അതങ്ങനെ തൊഴുത് കഴിഞ്ഞ് നേരെ നമ്മൾ ഇറങ്ങി, സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയൊക്കെ കണ്ട് അങ്ങനെ ചുവരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണൻ്റെ ചിത്രവും അതേപോലെ ഗ്രില്ല് കഴിഞ്ഞ സപ്തമാതാക്കളും അതൊക്കെ കണ്ട് തൊഴുത് ഗണേശൻ്റെ അടുത്ത് വരാം. ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക, സരസ്വതി ദേവീനെ കണ്ട് പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ മായാദേവീനെയും അതേപോലെ ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കാണാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് നേരെ ആ മേൽശാന്തിയുടെ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് അങ്ങനെ അനന്തശായിയായ അനന്തപത്മനാഭനെയും കണ്ട് തൊഴാം. വീണ്ടും നമ്മൾ അവിടുന്ന് ആ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് നേരെ നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക.
നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നമ്മളെ അനുഗ്രഹിച്ച് നരസിംഹസ്വാമി ഇരിക്കുന്നത് കാണാം. അതും കഴിഞ്ഞ് നമ്മളിങ്ങനെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനൊക്കെ കണ്ട് തൊഴുത് ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴാം. അതേപോലെ മുരുകനെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക, ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം താമരക്കണ്ണനെ കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് നേരെ മണിക്കിണർ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ആ നൃത്ത അറയിൽ ഒക്കെ നോക്കിയിട്ട് ആ കിടാവിളക്കിരുന്ന് കത്തിന് കാണാം. അങ്ങനെ അത് കഴിഞ്ഞ നേരെ നമ്മൾ കുറൂരമ്മേനെയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അതിനുശേഷം നമ്മൾ നേരെ ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മേനെ അവിടെ ചെന്ന് കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുക. എന്നിട്ട് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമഃശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ മമ്മിയൂർ പോയിട്ട് നമുക്ക് ദർശനം കിട്ടിയ പോലെയാവും. അതിനുശേഷം ഒന്ന് പ്രദക്ഷിണം ചെയ്ത് അങ്ങനെ വന്ന് നേരെ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് നമുക്ക് വീണ്ടും ആ കുറുമ്പനുണ്ണിയെ കാണാനായിട്ട് ശ്രീലകത്തേക്ക് നോക്കാം. അപ്പോൾ ആ പൊന്നോടക്കോഴിൽ പിടിച്ച് നിൽക്കുന്ന നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് നമസ്കരിക്കാം. വീണ്ടും കൂത്തമ്പലത്തിൽ പോയിട്ട് ഒന്ന് തൊഴുക നമസ്കരിക്കാം. അങ്ങനെ വന്ന് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് തൊഴുത് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അവിടെ ഒന്ന് പ്രദർശനം ചെയ്ത് അങ്ങനെ വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും അതേപോലെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വരിക. അങ്ങനെ പുറത്തേക്ക് വന്ന് ആ രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ നടുക്കുള്ള ആ കാളിയ മർദ്ദന രൂപിയെ കാണാം. അത് കണ്ട് അങ്ങനെ വന്ന് അന്നലക്ഷ്മി ആളിൻ്റെ അതിനെ നേരെ ഇങ്ങോട്ട് പോന്നാൽ അത് ആരാധനാലയത്തിലേക്ക് എത്താം. അവിടെ എത്തിയ ആദ്യം തന്നെ കയറുന്ന സ്ഥലത്ത് തന്നെ കാണാം നമ്മുടെ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ, ആ ചെറിയ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം. അത് കണ്ട് തൊഴുത് നമ്മൾ വീണ്ടും ഭഗവതി നടയിലെയും അതേപോലെ ആ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ കിഴക്കേ നടയിൽ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കി തൊഴുത് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മൾ തെക്കേ നടയിലേക്ക് വരിക. തെക്കേ നടയിൽ വന്ന് ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവീനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മളിന്ന് ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.